Hi friends, welcome back to our class. നമ്മൾ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയൊരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഫിസിക്സിൻ്റെ 10th ചാപ്റ്റർ ഇലക്ട്രോണിക്സ്. നമുക്കറിയാം ഫിസിക്സ് നമുക്ക് 10 ചാപ്റ്റേഴ്സ് ആണ് കേട്ടിട്ടിനായിട്ടുള്ളത്. 9 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ 10th ചാപ്റ്ററാണ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടറുകളെ കുറിച്ചാണ്. സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡയോഡുകൾ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ഡോപ്പ് ചെയ്യുന്ന പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ PN ജംഗ്ഷൻ ഡയോഡുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. ദെൻ ട്രാൻസിസ്റ്റേഴ്സ്. ഇത്രയും വരുന്നൊരു ചാപ്റ്ററാണ് ഇലക്ട്രോണിക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽസ് വി ക്യാൻ ക്ലാസിഫൈ ബ്രോഡ്ലി ദം ഇൻ ടു 3 കാറ്റഗറീസ് അല്ലേ. അതിലൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസുലേറ്റേഴ്സ്, മറ്റൊന്ന് കണ്ടക്ടേഴ്സ്, ദെൻ വരുന്ന സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ് ഒക്കെയാണ് കൂടുതലും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ദെൻ നമ്മൾ പിന്നീട് അങ്ങോട്ട് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചും സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഒരു മേജർ ഡിഫറൻസുകളൊക്കെ നോക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടക്ടിവിറ്റിയുടെ ബേസിലാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം, കോപ്പർ, സിൽവർ ഒക്കെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലുകളാണ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ റബ്ബർ, വുഡ്, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഒക്കെയാണ്. ദെൻ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദെയർ കണ്ടക്ടിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടറുകളെ പോലെ അവരൊരു റൂം ടെമ്പറേച്ചറിൽ വെരി ഹൈ കണ്ടക്ടിവിറ്റി ഒന്നും കാണിക്കുന്നവരല്ല. എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടേ ഒരു വെരി ഹൈ കണ്ടക്ടിവിറ്റി ഒന്നും കാണിക്കത്തില്ല. എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ പോലെ ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയും അല്ല. ഇവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിനും ഇടയിലായിട്ടായിരിക്കും ഇവരുടെ ഒരു കണ്ടക്ടിവിറ്റി വരിക. അപ്പോൾ കണ്ടക്ടേഴ്സിനെ പറ്റി പറഞ്ഞാൽ അവരുടെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്, നമ്മൾ റെസിസ്റ്റിവിറ്റി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അവരുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ് അല്ലേ, വെരി ലോ റെസിസ്റ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം വെരി ഹൈ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, എന്നാൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. ദേ ഓഫർ എ വെരി ഹൈ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് അല്ലേ. അപ്പോൾ വെരി ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ വെരി ലോ കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ ദർ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പറയുന്ന ലൈസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും അല്ലേ. ദെൻ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ആൽഫ അല്ലേ. അപ്പോൾ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണുക. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നമ്മൾ അതിൽ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലേ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് ആൽഫയുടെ വാല്യൂ. ദെൻ ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ്, നെഗറ്റീവ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ്, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിലാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി പറയുന്നത്. ദെൻ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കണ്ടക്ടറുകളുടെ കേസിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ ആണോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുവാണ്. അതായത് ടെമ്പറേച്ചർ വെരി ഹൈ ആക്കി കഴിയുമ്പോഴത്തേക്ക് മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടറുകളുടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും എടുക്കുമ്പോൾ അവരുടെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ അവരുടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ കാര്യമായിട്ടുള്ളൊരു ഡിപ്പെൻഡൻസ് ഇല്ലെങ്കിൽ പോലും വെരി ഹൈ ടെമ്പറേച്ചറിൽ എന്താണ്, അത് കുറേയൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് മാറാറുണ്ട്. അങ്ങനത്തെ സർട്ടൻ കേസസ് ഉണ്ട്. ദെൻ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോണുകൾക്ക് കൈനറ്റിക് എനർജി കിട്ടിയിട്ട് അവർ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റഡ് ആയി പോകാറുണ്ട്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, കണ്ടക്ഷൻ പോസിബിൾ ആകും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുവാണ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്. അപ്പോൾ വൈഡ്ലി നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ യൂസ് ചെയ്യാനുള്ള ഒരു മേജർ
റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണെന്ന് പറയാം. ദെൻ കണ്ടക്ടറിന്റെ കേസിൽ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ്. എന്താണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും? അപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോണുകൾ ചേർന്നിട്ട് അവരുടെ എനർജി ലെവലുകളുടെ ഒരു റേഞ്ച് ആണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്താൽ കുറേ ഐസൊലേറ്റഡ് ആറ്റംസ് ചേർന്നിട്ടാണ്, ഓരോ ആറ്റംസിനും ഡിസ്ക്രീറ്റ് എനർജി ലെവലുകളാണ് അല്ലേ. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോണുകളുടെ ആ ഒരു എനർജി റേഞ്ച് ആണ് വാലൻസ് ബാൻഡ്. അപ്പോൾ എല്ലാ മെറ്റീരിയലുകളുടെയും വാലൻസ് ബാൻഡിൽ ഇലക്ട്രോണുകളുണ്ട്. എന്നാൽ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോഴാണ് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈ മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്ന് പറയുന്നത് ഓവർലാപ്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്കിടയ്ക്ക് ഒരു എനർജി ഡിഫറൻസ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇല്ല. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ് വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ്. അപ്പോൾ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല. എന്താണ് കാണുന്നത്? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്ഡ് ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ ഒരു ഓവർലാപ്ഡ് റീജിയൻ നമുക്ക് കാണാൻ പറ്റും. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണുകൾ എവിടെ പ്രസന്റ് ആണ്? കണ്ടക്ഷൻ ബാൻഡിൽ പ്രസന്റ് ആണ്. സോ കണ്ടക്ഷൻ പോസിബിൾ ആണ്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അത് കണ്ടക്ട് ചെയ്യുന്നവരാണ്. ദെൻ ഇൻസുലേറ്റേഴ്സിലേക്ക് വരുമ്പോൾ ദർ ഇസ് എ ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഈ ജി എന്ന് കാണിച്ചിരിക്കുന്ന ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്, ലാർജ് എനർജി ഗ്യാപ്പ് ആണ് ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ്? ദർ ഇസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് വളരെ സ്മോൾ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമോ, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു എനർജി കിട്ടി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വാലൻസ് ബാൻഡിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകൾ എങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയിട്ട് കണ്ടക്ഷൻ പോസിബിൾ ആകും. സോ എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ സിലിക്കൺ, ജെർമേനിയം ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ മെയിൻ ആയിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ ഇത്രയുമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. നമ്മളുടെ ഗ്രൂപ്പ് 14 വരുന്ന എലമെന്റ്സ് ആയിട്ടുള്ള സിലിക്കൺ, ജെർമേനിയം ഒക്കെയാണ് ബെസ്റ്റ് എക്സാമ്പിൾസ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ 0 കെൽവിനിൽ പെർഫെക്റ്റ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റീരിയലുകളാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 0 കെൽവിനിൽ അത് പെർഫെക്റ്റ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം സിലിക്കൺ, ജെർമേനിയം ഇവരുടെയൊക്കെ അറ്റോമിക് നമ്പർ എത്രയാണ്? അപ്പോൾ സിലിക്കൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ 14 ആണ് അല്ലേ. 14 ആണ്. അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 2, 8, 4 എന്നായിരിക്കും വരിക അല്ലേ. അതേപോലെ തന്നെ ജെർമേനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 32 ആണ്. 2, 8, 18, 4 എന്നായിരിക്കും അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ വരിക. സോ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വാലൻസ് ഷെല്ലിൽ വരുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിൽ വരുന്നത്. ഇപ്പോൾ ഒക്ടക്റ്റ് പൂർത്തിയാവാൻ എത്ര ഇലക്ട്രോൺസ് കൂടെ വേണം? 4 ഇലക്ട്രോൺസ് കൂടെ വേണം അല്ലേ. അപ്പോൾ ഈക്വൽ നമ്പർ ആണ്. സോ അതെങ്ങനെയായിരിക്കും? ഒരു കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും, ഷെയറിംഗ് ആയിരിക്കും അവിടെ നടക്കുക. സോ സിലിക്കണും ജെർമേനിയവും ഒക്കെ എന്ത് സംഭവിക്കും? അതിൻ്റെ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ ആറ്റംസ് തമ്മിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടുകളായിട്ടായിരിക്കും നിൽക്കുക. അതായത് ഒരു ജെർമേനിയത്തിന്റെ ക്രിസ്റ്റൽ എടുത്താൽ ജെർമേനിയം ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസ് നെയ്ബറിംഗ് ആറ്റംസുമായിട്ട് ആ 4 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഓക്കെയാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അബ്സല്യൂട്ട് 0 കെൽവിനിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ല. ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലെങ്കിൽ എന്താണ്? കണ്ടക്ഷൻ പോസിബിൾ അല്ല. സോ അത് 0 കെൽവിനിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? പെർഫെക്റ്റ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നാൽ നമ്മൾ തെർമൽ എനർജി കൂട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഹീറ്റ് എനർജി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചെറുതായിട്ട് റേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഇലക്ട്രോണുകൾ എന്ത് സംഭവിക്കും? എക്സൈറ്റഡ് ആകും. എക്സൈറ്റഡ് ആയിട്ട് കുറച്ചൊക്കെ ഇലക്ട്രോൺ ഹോൾ പെയറുകൾ ഫോം ചെയ്യും. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ടക്ടറുകളിൽ കണ്ടക്ഷൻ പോസിബിൾ ആകുന്നത് ഫ്രീ ഇലക്ട്രോണുകൾ കൊണ്ടാണ്. സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ പോസിബിൾ ആകുന്നത് ഇലക്ട്രോൺസും ഹോൾസും കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ്, ഹോൾസ് ഈ രണ്ട് കൺസെപ്റ്റും ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് പോകുമ്പോൾ ആ പോയ പ്ലേസ് എന്താണ്? ഒരു വേക്കൻസിയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണുകൾ പോയ ആ ഒരു വേക്കൻസിയാണ് പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഹോൾസ്, അപ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കറണ്ടാണ് ഹോൾ കറണ്ട്. അപ്പോൾ ഇലക്ട്രോണുകൾ കൊണ്ടും
ഹോളുകൾ കൊണ്ടും അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സെമി കണ്ടക്ടറുകളുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് ആവുകയും കുറച്ചൊക്കെ കണ്ടക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അത്ര വലിയ ഒരു കണ്ടക്ഷൻ ഒന്നും കാണിക്കത്തില്ല. ടെമ്പറേച്ചർ നമുക്ക് ഒരുപാട് റേസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഒരുപാട് ടെമ്പറേച്ചർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ മെൽറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുകളിലൊന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന് എന്നാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളവരാണ്. നമുക്കറിയാം അവരുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇവരെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യോർ സെമി കണ്ടക്ടേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസിനെയൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് നമ്മളാണ് അവരെ ഡോപ്പ് ചെയ്തെടുക്കുന്നവരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്? ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ സബ്സ്റ്റൻസസ്, അതായത് ഇംപ്യൂരിറ്റി ആറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഇംപ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്ത് കൊടുത്ത് അവരുടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതായത് മോർ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തെടുക്കുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇവർ പ്യുവർ ആണോ? അല്ല, ഇവർ ഡോപ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക ഇംപ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇൻട്രിൻസിക്കിന് എക്സാമ്പിൾ ജെർമേനിയം സിലിക്കണും ഒക്കെ ആണെങ്കിൽ ആ ജെർമേനിയം സിലിക്കണെ എന്ത് ചെയ്യുക? ഇംപ്യൂരിറ്റി ആറ്റംസ് വെച്ച് ഡോപ്പ് ചെയ്തെടുക്കുന്നവരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിന് മുമ്പ് ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ആഡിങ് സം എക്സ്റ്റേണൽ സബ്സ്റ്റൻസസ് ഇൻ ടു പ്യുവർ സെമി കണ്ടക്ടേഴ്സ്, ദാറ്റ് മീൻസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി. ടു ഇൻക്രീസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ഡോപ്പിംഗ്. ഇങ്ങനെ കണ്ടക്ടിവിറ്റി കൂട്ടിയെടുക്കുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ ഡോപ്ഡ് ആണ്. ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ, എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡോണർ ടൈപ്പ് എന്നാണ് വിളിക്കുക. അതേസമയം പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റർ ടൈപ്പ് ആറ്റംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുക? അപ്പോൾ അത് ശ്രദ്ധിക്കുക. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, എൻ എന്ന് ഓർക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് എന്ന് മനസ്സിൽ വരിക. അവിടെ ഇലക്ട്രോണുകളായിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ്. ഓക്കെ ആണോ? ഇനി പി ടൈപ്പ് എന്ന് നോക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് എന്ന് ഓർത്തിരിക്കുക, അത് ഹോളുകളായിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക? നമുക്കറിയാം നമ്മുടെ സിലിക്കൺ, ജെർമേനിയം ഒക്കെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 14 വരുന്ന എലമെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടണമെങ്കിൽ ഗ്രൂപ്പ് 15 എലമെന്റ്സ്, നമുക്കറിയാം ഗ്രൂപ്പ് 14 വരുന്ന സിലിക്കൺ, ജെർമേനിയത്തിന്റെ ബാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. അവർ കോവാലന്റ് ബോൺസ് ആണ് ഫോം ചെയ്യുന്നത്. അവരിലേക്ക് നമ്മൾ ഗ്രൂപ്പ് 15 എലമെന്റ് ആയിട്ടുള്ള ആന്റിമണി, അതേപോലെ തന്നെ ആർസനിക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആന്റിമണി, ആർസനിക്, ഫോസ്ഫറസ് പോലെയുള്ള ഗ്രൂപ്പ് 15 എലമെന്റുകളെ ചേർക്കുക. ഇവിടെ നമ്മളുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ സിലിക്കൺ സെമി കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റി ആറ്റമായിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ആരെയാണ്? ആന്റിമണിയെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ആന്റിമണി വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് 15 എലമെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ പെന്റാവാലന്റ് ആണ്. 5 ആയിരിക്കും ഇവരുടെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 ഇലക്ട്രോൺസ് ആയിരിക്കും ഇവരുടെ ബാലൻസ് ഷെല്ലിൽ ഉണ്ടായിരിക്കുക. സിലിക്കന്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് സിലിക്കണിന്റെ ഒരു ക്രിസ്റ്റലിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്തു? ആരെ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്തു? ആന്റിമണിയെ വെച്ചിട്ട് ഡോപ്പ് ചെയ്തു. ആന്റിമണിയുടെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഈ ആന്റിമണി എന്തോ ചെയ്യും? ഈ ആന്റിമണി അതിന്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള സിലിക്കൺ ആറ്റംസുമായിട്ട് അതിന്റെ 4 ഇലക്ട്രോൺസിനെയും ഷെയർ ചെയ്യും അല്ലേ. അതിന്റെ 4 ഇലക്ട്രോൺസിനെയും ഷെയർ ചെയ്തിട്ട് ആന്റിമണി ആറ്റത്തിന്റെ 4 വാലൻസ് ഇലക്ട്രോൺസ് സിലിക്കണിന്റെ 4 വാലൻസ് ഇലക്ട്രോൺസുമായിട്ട് ചേർന്നിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ബട്ട് ആന്റിമണിക്ക് എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോണോടുകൂടെ ഉണ്ട് അല്ലേ. ഒരു ഇലക്ട്രോൺ കൂടി എക്സസ് ആയിട്ടുണ്ട്. 5 ഇലക്ട്രോൺസ് ആണ്, പെന്റാവാലന്റ് ആണ്. അപ്പൊ നോക്കിയാൽ ഇവിടെ ഒരു ആന്റിമണിയുടെ വാലൻസ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ്, ആ 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ നെയ്ബറിംഗ് ആയിട്ടുള്ള സിലിക്കൺ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെയാണെങ്കിൽ ആന്റിമണി ആറ്റത്തിന്റെ ഒരു വാലൻസ് ഇലക്ട്രോണും സിലിക്കണിന്റെ ഒരു വാലൻസ് ഇലക്ട്രോണും തമ്മിൽ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നു. അടുത്തത് നെയ്ബറിംഗ് അടുത്ത സിലിക്കൺ ആറ്റവുമായിട്ട് ഒരു നെക്സ്റ്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. അടുത്ത കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. വീണ്ടും എന്താണ്? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ 4ഉം തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. എക്സസ് ആയിട്ട് ആന്റിമണിക്ക് ഒരു ഇലക്ട്രോണോട് ഉണ്ട്. അത് അതിന്റെ ആ ഒരു ക്രിസ്റ്റലിന്റെ ലാറ്റിസിൽ എന്താണ്? ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ വന്നില്ലേ. അങ്ങനെ നമ്മൾ ടോട്ടൽ കുറേ ആറ്റംസ് വരുമ്പോൾ എന്ത് ചെയ്യും? എക്സസ് ഫ്രീ ഇലക്ട്രോൺസ് വരും. സോ അവിടെ തെർമൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടും ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത
ഗ്രൂപ്പ് 15 എലമെന്റ് ആയിട്ടുള്ള ആന്റിമണി പ്രൊവൈഡ് ചെയ്ത എക്സസ് ഇലക്ട്രോൺസോട് ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. സോ ഇവിടെ കൊടുത്തത് ഇവിടെ ഇൻ എഫക്റ്റ് വന്നത് ഫ്രീ ഇലക്ട്രോണുകൾ ഒരുപാട് റിലീസ്ഡ് ആയി അല്ലെ, ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകൾ ഇവിടെ എക്സസ് ആയിട്ട് വന്നു. ഫ്രീ ഇലക്ട്രോണുകളെ ആരാണ് ഡൊണേറ്റ് ചെയ്തത്? നമ്മളുടെ ആന്റിമണിയാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡോണർ ടൈപ്പ് ആണ്. ഡോണർ ടൈപ്പ് ആറ്റംസ് എന്ന് നമുക്ക് പറയാം. ആഡ് ചെയ്ത ഇംപ്യൂരിറ്റി ഫ്രീ ഇലക്ട്രോൺസുകളെ ഡൊണേറ്റ് ചെയ്തതുകൊണ്ട് ഇത് ഡോണർ ടൈപ്പ് ആണ്. ദെൻ പി ടൈപ്പിലേക്ക് വരുമ്പോൾ എന്താണ്? ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആയിട്ടുള്ള ബോറോൺ, ഗാലിയം, ഇൻഡിയം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു നമ്മുടെ സിലിക്കൺ, ജെർമേനിയം പോലുള്ള സെമി കണ്ടക്ടേഴ്സിനെ ഡോപ്പ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആകുമ്പോൾ ബാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോൺസ് ബോറോണിന് അതിന്റെ 3 ഇലക്ട്രോൺസിനെ മാത്രമേ നെയ്ബറിംഗ് സിലിക്കൺ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 4th കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു വേക്കൻസിയാണ്. സിലിക്കണിന്റെ 4th ഇലക്ട്രോണിന് ബോറോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താണ്? ഒരു ഡെഫിഷ്യൻസി ആയതുകൊണ്ട് അതൊരു ഹോൾ ആയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ എക്സസ് നമ്മൾ ഈ ബോറോൺ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡോപ്പ് ചെയ്യുമ്പോൾ ക്രിസ്റ്റലിൽ എന്ത് സംഭവിക്കും? കുറേ അധികം ഹോളുകൾ കിട്ടും. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഡെഫിഷ്യൻസിയാണ് ഹോൾസ്. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹോൾ കറണ്ട്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത പി ടൈപ്പ് ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹോളുകളെയാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലെ. സോ അതെന്താണ്? ഒരു അക്സെപ്റ്റർ ടൈപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓർക്കുക, എൻ ടൈപ്പിനെ നമ്മൾ ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആയിട്ടുള്ള ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസ് ഒക്കെ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുക. അത് ഡോണർ ടൈപ്പ് ആണ്. മെജോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇനി പി ടൈപ്പ് അല്ലെങ്കിൽ അക്സെപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ബോറോൺ, ഗാലിയം, ഇൻഡിയം പോലെയുള്ള ഗ്രൂപ്പ് 13 എലമെന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ഡോപ്പ് ചെയ്യുക. അവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന? ഹോളുകൾ, എക്സസ് ഹോൾസ് ആയിരിക്കും ലാറ്റിസിൽ ക്രിയേറ്റ് ചെയ്യുക. അതൊരു അക്സെപ്റ്റർ ടൈപ്പ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ നമുക്ക് എൻ ടൈപ്പും പി ടൈപ്പും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇനി ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്തത്? നമ്മൾ ഏത് തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്തത്? പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 15 എലമെന്റ്സ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ഓർ ഗ്രൂപ്പ് 15 എലമെന്റ്സ് ലൈക്ക് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി. ഇപ്പോൾ 2-3 എക്സാമ്പിൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്തത്. ബാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ്. എക്സാമ്പിൾ ബോറോൺ, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം ഒക്കെ വരുന്നതാണ് 13th ഗ്രൂപ്പിൽ. ഓക്കെ ആണല്ലോ. എൻ ടൈപ്പിൽ ആരാണ് മെജോറിറ്റി ക്യാരിയേഴ്സ്? ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ്. അങ്ങനെയാണെങ്കിൽ മൈനോറിറ്റി ക്യാരിയേഴ്സ് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. മൈനോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. മൈനോറിറ്റി ക്യാരിയേഴ്സ്. ദെൻ പി ടൈപ്പിൽ ഹോൾസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? മൈനോറിറ്റി ആയിരിക്കും. ഇലക്ട്രോൺസ് മൈനോറിറ്റി ക്യാരിയേഴ്സ് ആയിരിക്കും. ദെൻ എൻ ടൈപ്പിൽ ഇംപ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്ത ഇംപ്യൂരിറ്റി എന്ത് ചെയ്തു? ഇംപ്യൂരിറ്റി പ്രൊവൈഡ് മോർ ഇലക്ട്രോൺസ് അല്ലേ. ഇംപ്യൂരിറ്റി ആഡഡ് പ്രൊവൈഡ്സ് എക്സ്ട്രാ ഇലക്ട്രോൺസ്. നമ്മൾ ആഡ് ചെയ്ത ഇംപ്യൂരിറ്റി എന്ത് ചെയ്തു? എക്സ്ട്രാ ഇലക്ട്രോണുകളെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് എന്താണത്? ഡോണർ ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഡോണർ ആറ്റംസ് ആണ്. ഇവിടെയോ ഇംപ്യൂരിറ്റി ആഡഡ് ക്രിയേറ്റ്സ് ഹോൾസ്. ആഡ് ചെയ്ത ഇംപ്യൂരിറ്റി എന്ത് ചെയ്തു? ഹോളുകൾ ക്രിയേറ്റ് ചെയ്തു. അത് അക്സെപ്റ്റർ ആണ്. നെക്സ്റ്റ് വരുന്ന ഇതിന്റെ ഡോണർ എനർജി ലെവലും അക്സെപ്റ്റർ എനർജി ലെവലും എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡോണർ എനർജി ലെവലുകൾ, അതായത് ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഡോണർ എനർജി ലെവൽ വരുന്നത് നമ്മൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വരയ്ക്കുമ്പം കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയായിട്ട്, ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയായിട്ടായിരിക്കും ഈ ഒരു ഡോണർ എനർജി ലെവൽ നിൽക്കുക. അതൊന്നും ഓർത്തിരിക്കുക. ദെൻ അതേപോലെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ അക്സെപ്റ്റർ ലെവലാണ്. ഈ അക്സെപ്റ്റർ എനർജി ലെവൽ വരിക വാലൻസ് ബാൻഡിന് തൊട്ട് മുകളിലായിട്ടാണ്. വാലൻസ് ബാൻഡിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും അക്സെപ്റ്റർ എനർജി ലെവൽ കാണപ്പെടുക. ഡോണർ എനർജി ലെവൽ എൻ ടൈപ്പിൽ വരിക എവിടെയാണ്? കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയായിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എൻ ടൈപ്പും പി ടൈപ്പും ഒന്ന് മേജർ ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡയോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്നാണ് നമ്മളുടെ ഇലക്ട്രോണിക്സിലെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയോഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് തന്നെയാണ്. നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ വളരെയധികമായിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റുകളാണ് ഡയോഡുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡയോഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ഉണ്ട്, സെനർ ഡയോഡ്സ് ഉണ്ട്, LED ഉണ്ട്, ഫോട്ടോ ഡയോഡ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയോഡുകൾ പലതരത്തിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ എടുത്താൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്.
ഓക്കെ ആണോ? അപ്പോൾ ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ യൂണിഡയറക്ഷണൽ കറണ്ട് ഫ്ലോ അലോ ചെയ്യുന്ന ഡിവൈസുകളായിരിക്കും. ഇവരെന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഡയറക്ഷണൽ കറണ്ട് ഫ്ലോ ആണ്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കണ്ടക്ട് ചെയ്യാറുള്ളൂ. യൂണിഡയറക്ഷണൽ കറണ്ട് ഫ്ലോ അലോ ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റുകളാണ് ഡയോഡുകൾ എന്ന് പറയുന്നത്. ഇവർ സെമി കണ്ടക്ടർ മെറ്റീരിയലുകളാണ്. എ ഡയോഡ് ഈസ് എ ടു ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ദാറ്റ് അലൗസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം ഫോർവേഡ് ബയാസിംഗിലായിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് എന്താണ്, റിവേഴ്സ് ബയാസിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയോഡിൻ്റെ സിമ്പൽ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഒരു സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവും കാണും, ഒരു നെഗറ്റീവും കാണും. ഈ ആരോ കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് കേട്ടോ. കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫോർവേഡ് ബയാസിംഗിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ആനോഡാണ്. ഇത് നെഗറ്റീവ്, കാത്തോഡാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സിമ്പൽ. ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ഉണ്ട്, LEDs ഉണ്ട്, ഫോട്ടോ ഡയോഡ്സ് ഉണ്ട്, സെനർ ഡയോഡ്സ് ഉണ്ട്, ലേസർ ഡയോഡ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് ഫോം ചെയ്യുക? നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പഠിച്ചു. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്തെടുത്തായിരിക്കും. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താണ്. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ഉള്ള എൻ ടൈപ്പും മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ഉള്ള പി ടൈപ്പും തമ്മിൽ ചേർത്തിട്ട് കിട്ടുന്ന ഒരു ഡയോഡ്സ് ആണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിൽ ചേരുന്ന ആ ഒരു ഭാഗമാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഒറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇവർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫോർമേഷനകത്ത് നമുക്ക് രണ്ട് ടേംസ് അറിഞ്ഞിരിക്കണം. ഒന്ന് ഡിപ്ലീഷൻ ലെയറും മറ്റൊന്ന് പൊട്ടൻഷ്യൽ ബാരിയറുമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടേംസ് എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസിംഗ് ഒക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഡയോഡ്, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടേ, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? തെർമൽ അജിറ്റേഷൻ കാരണം ഒരു പി എൻ ജംഗ്ഷൻ അങ്ങോട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്, എൻ ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. സോ ഇവർ ഈ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ ജംഗ്ഷനിലൂടെ ഇത് ഡിഫ്യൂസ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് പോകും. പി ടൈപ്പിലുള്ള ഹോളുകൾ എങ്ങോട്ട് പോകും? പി ടൈപ്പിലുള്ള ഹോളുകൾ ഡിഫ്യൂസ് ചെയ്ത് ഈ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് എൻ സൈഡിലേക്കും, എൻ ടൈപ്പിലുള്ള ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോകും? ഈ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് പി സൈഡിലേക്കും പോകും. ഓക്കെ ആണോ? സോ ഒരു ഇലക്ട്രോൺ ഹോൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, ഒരു ന്യൂട്രലൈസേഷൻ അവിടെ നടക്കും. ആ ജംഗ്ഷനിലായിട്ട് ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ കമ്പൈൻ ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ വരുന്ന എൻ ടൈപ്പ്, ഈ എൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ പി സൈഡ് ഇതാണ്, എൻ സൈഡ് ഇതാണ്. അപ്പോൾ പി സൈഡിൽ വരുന്നത് മെജോറിറ്റി ഹോൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന വേക്കൻറ്റ് സ്പേസസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ട്, ബ്ലാക്ക് ഡോട്ട്സ് ഇട്ട് കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോണുകളാണ് എൻ സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഇത് എൻ സൈഡാണ്, ഇത് പി സൈഡാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പരസ്പരം ഇത് ഡിഫ്യൂസ് ചെയ്യും. ഇലക്ട്രോണുകൾ അപ്പുറത്തെ ഒരു സൈഡിലേക്ക്, പി സൈഡിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് ജംഗ്ഷന്റെ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഇലക്ട്രോണുകൾ പോകുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ ഫോം ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ജംഗ്ഷനോട് ചേർന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണുകളുടെ ഒരു ലെയർ അവിടെ ഫോം ചെയ്യും. എൻ സൈഡിൽ ജംഗ്ഷനോട് ചേർന്നിട്ട് ഈ എൻ സൈഡിൽ തന്നെ, എൻ റീജിയണിൽ ജംഗ്ഷൻ അടുത്തായിട്ട് പോസിറ്റീവ് അയോണുകളുടെ ഒരു ലെയർ ഫോം ചെയ്യും. അതേപോലെ തന്നെ പി സൈഡിൽ നിന്ന് ഹോൾസ് ഇപ്പുറത്തേക്ക് ഈ ഒരു എൻ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? മൈനസ് ചാർജുകളുടെ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് അയോണുകൾ ഈ ജംഗ്ഷനോട് ചേർന്ന് ഫോം ചെയ്യും. സോ പി റീജിയണിൽ ജംഗ്ഷനോട് ചേർന്ന് നെഗറ്റീവ് അയോണുകളും എൻ റീജിയണിൽ ജംഗ്ഷനോട് ചേർന്ന പോസിറ്റീവ് അയോണുകളും ചേർന്ന് ഫോം ചെയ്യും. അപ്പോൾ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ ഫോം ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് ചാർജുകൾ ആയതുകൊണ്ട് അവരൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും എന്ന് പറഞ്ഞാൽ ഇമ്മൊബൈലാണ്, സ്റ്റേഷനറി ചാർജസ് ആയിട്ട് അവർ നിൽക്കും. അപ്പോൾ ഈ ഒരു ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡിപ്ലീഷൻ ലെയർ എന്നാണ് ഈ ലെയറിനെ പറയുക. ഡിപ്ലീഷൻ ലെയർ ആണ്. ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫർദർ ഡിഫ്യൂഷനെ ഇത് പ്രിവെന്റ് ചെയ്യും. മനസ്സിലായ പറഞ്ഞു? ഇപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോണുകൾ ജംഗ്ഷനോട് ചേർന്ന് ലെയറായിട്ട് ഫോം ചെയ്തു. അവരെ ഇമ്മൊബൈലായിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി ചാർജസ് ആണ്. ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് ഇവരുടെ ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും.
അപ്പോൾ ആ ഒരു ഇന്റേണൽ ഫീൽഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മൈനസും പ്ലസും കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ പി സൈഡിലെ എൻ നെഗറ്റീവ് ചാർജസ് ചേർന്നിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും, അതേപോലെ തന്നെ ഈ ഒരു എൻ റീജിയണിലെ പോസിറ്റീവ് ചാർജ് ചേർന്നിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അതാണ് ഈ ഒരു പോസിറ്റീവിന്റെ സിമ്പിൾ കാണിച്ചത്. ഇതൊരു പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ടാകും. സോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഇന്റേണൽ ഫീൽഡ് ആക്ട് ചെയ്യും. ഇന്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. സോ അത് എൻ റീജിയണിൽ നിന്ന് പി റീജിയണിലേക്കായിരിക്കും. ഓക്കെ ആണോ? സോ ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എൻ റീജിയണിൽ നിന്ന് പി റീജിയണിലേക്ക്, എൻ ടു പിയിലേക്ക് എന്തുണ്ട്? ഒരു ഇ ഇന്റേണൽ ഉണ്ട്. ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈ എൻ റീജിയണിൽ നിന്നും പി റീജിയണിലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ആയിട്ട് നിൽക്കും. അതൊരു ബാരിയർ ആണ്. പിന്നീടുള്ള ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷനെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അപ്പോൾ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നതാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ്സിന് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. അതേപോലെ തന്നെ ജംഗ്ഷനോട് ചേർന്ന ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. ഓക്കെ ആണോ? പി റീജിയനോട് ചേർന്ന് നെഗറ്റീവ് ചാർജസും എൻ റീജിയനോട് ജംഗ്ഷനോട് ചേർന്ന് എന്താണ്? പോസിറ്റീവ് ചാർജസും അതിൻ്റെ അയോണുകൾ ചേർന്നിട്ട് ഒരു ഡിപ്ലീഷൻ ലെയർ ക്രിയേറ്റഡ് ആണ്. അപ്പോൾ ഡിപ്ലീഷൻ ലെയർ എന്താണ്? അവർക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതൊരു പൊട്ടൻഷ്യൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. പൊട്ടൻഷ്യൽ ബാരിയറും ഡിപ്ലീഷൻ ലെയറും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് ഫോർവേഡ് ബയാസിങ്ങിലും റിവേഴ്സ് ബയാസിങ്ങിലും കൊടുക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിങ്. ഒരു ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് ബയസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ പഠിച്ചു അല്ലേ? അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഡിപ്ലീഷൻ ലെയർ ഉണ്ട്, പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട് എന്നൊക്കെ പഠിച്ചു അല്ലേ? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഇവർ രണ്ടും ചേരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാം. നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററി ഇതിലേക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററിക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. നമ്മളുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിനും ഒരു പി സൈഡും ഉണ്ട്, ഒരു എൻ സൈഡും ഉണ്ട്. എൻ സൈഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, പി സൈഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പോസിറ്റീവ് തമ്മിലും കണക്ട് ചെയ്യാം, നെഗറ്റീവ് തമ്മിലും കണക്ട് ചെയ്യാം അല്ലേ? പി സൈഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം, പി സൈഡിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. അങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാം. ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബയാസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ബയാസിങ് രണ്ട് രീതിയിലുണ്ട്. ഫോർവേഡ് ബയാസിംഗും ഉണ്ട്, റിവേഴ്സ് ബയാസിംഗും ഉണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഫോർവേഡ് ബയാസിംഗും ഉണ്ട്, റിവേഴ്സ് ബയാസിംഗും ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഫോർവേഡ് ബയാസിംഗ്? ഫോർവേഡ് ബയാസിംഗിൽ നമ്മൾ ചെയ്യുന്ന ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയോഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ മുമ്പ് വരച്ച ആ ഒരു ഡയഗ്രാം വരിക. അതായത് സെന്ററിൽ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട് അല്ലേ? ഇമ്മൊബൈൽ ആയിട്ടുള്ള ചാർജ് ക്യാരിയേഴ്സ് അയോൺസ് നിൽക്കുന്ന ഒരു ഇമ്മൊബൈൽ ആയിട്ടുള്ള എന്തുണ്ട്? ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഡയോഡിന്റെ ഉള്ളിൽ എന്തുണ്ട്? അതിന്റെ ഒരു ജംഗ്ഷനിൽ ഒരു ഇന്റേണൽ ഫീൽഡ് ഉണ്ട്. നമ്മൾ ഇവിടോട്ട് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുവാണ്. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് ആണ് അവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്റ്റേണൽ സോഴ്സ് എങ്ങനെയാണ് കൊടുത്തിരിക്കുക? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഫസ്റ്റ് നമ്മൾ ഡയോഡിന്റെ പോസിറ്റീവുമായിട്ട് തന്നെ കണക്ട് ചെയ്തു, നെഗറ്റീവിനെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. പോസിറ്റീവ് പോസിറ്റീവുമായിട്ടും നെഗറ്റീവ് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഫോർവേഡ് ബയാസിംഗിൽ എന്താ ചെയ്യുക? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി കണക്റ്റഡ് ടു പി ടൈപ്പ് ആൻഡ് നെഗറ്റീവ് ടു എൻ ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഹോളുകളാണ് ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഇങ്ങോട്ടൊരു ഫ്ലോ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫ്ലോ ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് പോസിറ്റീവും തമ്മിൽ റിപ്പൽഷൻ ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും നെഗറ്റീവും തമ്മിൽ റിപ്പൽഷൻ ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഫ്ലോ നടക്കുക? ഉറപ്പായിട്ടും എന്താ സംഭവിക്കും? ഈ ഒരു ജംഗ്ഷനെ അത് ക്രോസ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ ജംഗ്ഷൻ ഡിപ്ലീറ്റഡ് ആണ്, ഡിപ്ലീഷൻ ലെയർ ആണ്. അവിടെ പിന്നീടുള്ള ഡിഫ്യൂഷനെ പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഡിപ്ലീഷൻ ലെയർ കൊണ്ട് പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എക്സ്റ്റേണൽ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, ഫോർവേഡ് ബയാസിങ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജംഗ്ഷൻ എക്രോസ് ആയിട്ട് ഒരു ഫ്ലോ നടക്കുകയാണ്. ജംഗ്ഷൻ എക്രോസ് ആയിട്ട് മെജോറിറ്റി കാരിയേഴ്സ് രണ്ട് സൈഡിൽ നിന്നും ഫ്ലോ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ പി സൈഡിലെ മെജോറിറ്റി ഹോളുകൾ എന്ത് ചെയ്യും? പി സൈഡിലെ മെജോറിറ്റി ഹോളുകൾ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് എൻ റീജിയണിലേക്ക് പോകും. അപ്പോൾ ആ എൻ റീജിയണിൽ ഈ എത്തുന്ന ഹോളുകൾ, പി സൈഡിൽ നിന്നും എത്തുന്ന ഹോളുകൾ എൻ റീജിയനെ സംബന്ധിച്ച് എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അപ്പോൾ അതിനൊരു മൈനോറിറ്റി ഇഞ്ചക്ഷൻ ആണ് ഈ ഒരു പ്രോസസ്സിന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു നമ്മൾ ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ജംഗ്ഷനെ ക്രോസ് ചെയ്ത് പി സൈഡിൽ നിന്നുള്ള ഹോളുകൾ എൻ സൈഡിലേക്കും എൻ റീജിയണിലുള്ള
റീജിയണിലുള്ള മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ജംഗ്ഷനെ ക്രോസ് ചെയ്ത് പി റീജിയണിലേക്കും പി റീജിയണിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ജംഗ്ഷനെ ക്രോസ് ചെയ്ത് എൻ റീജിയണിലേക്കും പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? അത് തിൻ ആയിക്കൊണ്ടിരിക്കും അല്ലേ? ആ ഒരു പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. ബിക്കോസ് ഇവിടെ ഒരു ഇന്റേണൽ ഫീൽഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു എൻ റീജിയൻ നെഗറ്റീവ് സൈഡിലാണ് പോസിറ്റീവ് അയോൺസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിലെ പോസിറ്റീവ് സൈഡിൽ ജംഗ്ഷനോട് ചേർന്നാണ് നെഗറ്റീവ് അയോൺസ് വരുന്നത്. സോ ആ ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങോട്ടാണ് ഒരു ഇന്റേണൽ ഫീൽഡ്, ഈ ഇന്റേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാരിയർ പൊട്ടൻഷ്യൽ VB ആണ്. ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇവിടെ നിൽക്കുവാണ്. ആ ബാരിയർ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടായിരുന്നു ഡിഫ്യൂഷൻ നടക്കാതിരുന്നത്. എന്നാൽ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് V അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ വിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? ആ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് എന്ത് സംഭവിക്കും? ആ ജംഗ്ഷനെ ക്രോസ് ചെയ്ത് ഇലക്ട്രോൺസും ഹോൾസും രണ്ട് സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളുടെ അപ്ലൈഡ് വോൾട്ടേജ് ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യലിനെ എന്ത് ചെയ്യാണ്? ഒപ്പോസ് ചെയ്യുവാണ്. ബാരിയർ പൊട്ടൻഷ്യലിനെ ഒപ്പോസ് ചെയ്യുവാണ്. സോ ഇവിടെ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കുറയുകയാണ്. ഡിപ്ലീഷൻ ലെയർ തിൻ ആയിക്കൊണ്ടിരിക്കും. മെജോറിറ്റി ക്യാരിയേഴ്സ് രണ്ട് സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു ബാരിയറിന്റെ റെസിസ്റ്റൻസ്, അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോവേർഡ് ആകും. ഡയോഡ് കണ്ടക്റ്റിംഗ് ആകും. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി കണക്റ്റഡ് ടു പി ടൈപ്പ് ആൻഡ് നെഗറ്റീവ് ഏതിലേക്ക് കണക്ട് ചെയ്യണം? എൻ ടൈപ്പ് ആണ്. പൊട്ടൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്യും. ലാർജ് ആയിട്ട് ഒരു ഫോർവേഡ് കറണ്ട്, ഡയോഡിലൂടെ ഒരു ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ഇപ്പം പൊട്ടൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്യുന്നു, ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇനി ഡിപ്ലീഷൻ ലെയറിന് എന്ത് സംഭവിക്കും? തിൻ ആകും. ഓർത്തിരിക്കുക, ഡിപ്ലീഷൻ ലെയർ തിൻ ആകുന്നു. പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് സംഭവിക്കും? അത് റെഡ്യൂസ് ആകും അല്ലേ? ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യും. റെസിസ്റ്റൻസ്, ആ ഡയോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ലോവർ ആകും. എന്താണ്? കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ഡയോഡ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. അതാണ് ഫോർവേഡ് ബയാസിംഗിൽ നടക്കുന്നത്. ഇനി റിവേഴ്സ് ബയാസിംഗിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഒന്നറിയാമെങ്കിൽ അടുത്തത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുക? ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി ടൈപ്പ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും എൻ ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലിലേക്കും കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെയുള്ള ഹോൾസ് എല്ലാം എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഇലക്ട്രോണുകൾ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മളുടെ ആ ഡയോഡിന്റെ ജംഗ്ഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഡിപ്ലീഷൻ ലെയറിൽ നിന്നും അകന്നു പോവുകയാണ് അല്ലേ? കാരണം നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു. അപ്പോൾ ഈ മെജോറിറ്റി ക്യാരിയേഴ്സ്, ഹോൾസിന്റെ സൈഡിലുള്ള മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഹോളുകൾ എങ്ങോട്ട് പോകും? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകും. അതായത് എൻ സൈഡിലുള്ള ഇലക്ട്രോണുകൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും പോകും. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിൽ നിന്ന് അത് പുള്ളി ചെയ്തങ്ങ് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. സോ ഡിപ്ലീഷൻ ലെയർ അങ്ങ് വൈഡ് ആകും. ഒന്നുകൂടി അവിടുത്തെ ആ പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കും? സ്ട്രെങ്തൺ ആകും. ഓക്കെയാണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി എൻ ടൈപ്പിലേക്ക് കൊടുക്കുക, നെഗറ്റീവ് പി ടൈപ്പിലേക്ക് കൊടുക്കുക. അതാണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പൊട്ടൻഷ്യൽ ബാരിയർ സ്ട്രെങ്തൺ ആവുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ഇല്ല. പിന്നെ വരുന്ന മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സിന്റെ ഒരു ഫ്ലോ കാരണം ഉണ്ടാകുന്ന വെരി സ്മോൾ ആയിട്ടുള്ളൊരു ചെറിയ കറണ്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. നോർമലി പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് അല്ല എന്ന് തന്നെ പറയാം. ഡിപ്ലീഷൻ ലെയർ തിക്ക് ആവുകയാണ്. റെസിസ്റ്റൻസ്, ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഹൈ ആണ്. നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ റിവേഴ്സ് ബയാസിംഗിൽ ഒരു PN ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. ഒരു PN ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡയോഡ് റിവേഴ്സ് ബയാസിംഗിൽ കൊടുത്താൽ അത് കണ്ടക്റ്റിംഗ് അല്ല. ഫോർവേഡ് ബയാസിംഗിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫോർവേഡ് ബയാസിംഗിലായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇവിടെ എന്ത് സംഭവിക്കുക? ഈ റിവേഴ്സ് ബയാസിംഗിൽ കൊടുത്തു കഴിയുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ ബാരിയർ ഒന്നുകൂടെ സ്ട്രെങ്തൺ ആവുകയാണ്. ഡിപ്ലീഷൻ ലെയർ വൈഡ് ആവുകയാണ്. അത് ഓഫർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഹൈ ആവുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത് നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടായിരിക്കും മാറുക. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ഒരു ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, അതിനുള്ളിൽ തന്നെ നമ്മൾ ഡയോഡ് അതേപോലെ പഠിച്ചില്ലേ? PN ജംഗ്ഷൻ ഡയോഡ്, അതിനെ എങ്ങനെയാണ് ഫോർവേഡ് ബയസ് ചെയ്യുന്നത്, റിവേഴ്സ് ബയസ് ചെയ്യുന്നത്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.